മെഡിറ്റേഷൻ കൊണ്ട് ഒരുപാട് പേര് ഒരുപാട് നേട്ടങ്ങൾ അനുഭവിച്ചവരുണ്ട്. നമ്മുടെ ഈ സെഷനിൽ തന്നെ ഒരുപാട് പേര് പലതരം നേട്ടങ്ങൾ പങ്കുവച്ചവരുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ നേട്ടങ്ങൾ പങ്കുവെക്കാവുന്നതുമാണ്. ചാറ്റ് ബോക്സിലൂടെയും അതുപോലെ നിങ്ങളെ ഗ്രൂപ്പിലൊക്കെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ മെഡിറ്റേഷൻ നേരെ സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നവർ കഴിഞ്ഞ 2 മെഡിറ്റേഷൻ സെഷൻ്റെ റെക്കോർഡ് ലിങ്ക് ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ആ റെക്കോർഡുകളൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. അത് വെച്ച് ഇയർഫോൺ വെച്ചിട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ വളരെ നന്നാകും, ഗുണം ചെയ്യും. ഇൻഷാ അല്ലാഹ് ഇന്ന് 3-ാമത്തെ ദിവസമാണ്. നമുക്ക് നമ്മുടെ മൈൻഡിലെ പെയിന് ഒക്കെ കളയണം. അത് കളയുമ്പോഴാണ് മനസ്സിനൊരു സുഖം കിട്ടുന്നത്. നമ്മുടെ ഉള്ളിൽ കഴിഞ്ഞകാല വേദനകൾ സൂക്ഷിക്കപ്പെട്ടാൽ അത് നിരന്തരം പ്രയാസങ്ങൾക്ക്, ഒന്ന് നമ്മൾ ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും വീണ്ടും വീണ്ടും നാം ആക്രമിക്കപ്പെടാൻ അത് പലപ്പോഴും ഇടം ആക്കുന്നത് കാണുന്നുണ്ട്. മറ്റൊന്ന്, ശാരീരിക അസ്വസ്ഥതകൾക്ക് ഒരുപാട് ഒരു ഹേതുവായി, ഒരു കാരണമായി അത് ഭവിക്കുന്നത് കാണുന്നു. അതുകൊണ്ട് നാം നമ്മുടെ ഉള്ളിലെ പെയിനുകളൊക്കെ കളയുന്നത് വളരെയേറെ നല്ലതാണ്. ഇനി മതപരമായി പറഞ്ഞാൽ അഫ്വ് ചെയ്യുക എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു ജീവിത രീതിയാണ്. വിട്ടുവീഴ്ച ചെയ്യുക എന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു അനുഗ്രഹീത ജീവിതമാണ്. അനുഗ്രഹീതമായ ഒരു പ്രവണതയാണ് അഫ്വ് ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പരിക്കഴിവതും ഉപയോഗപ്പെടുത്തിയാൽ ഏറെ ഉപകാരപ്പെടുമെന്ന് ആമുഖമായി ഒരിക്കൽ കൂടി പറയുന്നു. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വിവരണം അറിയുന്നത് നല്ലതാണ്. അത് ഈ മെഡിറ്റേഷൻ്റെ ഭാഗമായിട്ടും അല്ലാതൊരു പഠനമായിട്ടും ഞാൻ അതിനെക്കുറിച്ച് പലപ്പോഴായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ലൈവ് ക്ലാസ്സുകളിൽ ഒരു ദിവസം മെഡിറ്റേഷൻ്റെ ഇസ്ലാമിക മാനത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, കേട്ടു നോക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മെഡിറ്റേഷൻ ആരംഭിക്കുന്നു. മെഡിറ്റേഷൻ്റെ സമയത്ത് നമ്മുടെ വാക്കുകൾ അത് ശ്രദ്ധിക്കുകയും അതങ്ങനെ തന്നെ ഒന്ന് ജസ്റ്റ് അതിനെ പിന്തുടർന്നാൽ മതി. ഒരു ദിവസം മെഡിറ്റേഷനെ കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഇപ്പോൾ ഉത്തരം പറയൂല, കാരണം അങ്ങനെ സമയം ദീർഘിച്ചു വന്നുകൊണ്ട്. എന്നാലും പറയാം, മെഡിറ്റേഷൻ പലതവണ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ദീർഘസമയം ചെയ്യാം. ഒരുപാട് മെഡിറ്റേഷനുകളുണ്ട്, ദീർഘസമയം എടുത്ത് ചെയ്യുന്ന മെഡിറ്റേഷനുകളുണ്ട്. പിന്നെ പലതരം മെഡിറ്റേഷൻ ഉണ്ട്. ചെറിയ സമയം കൊണ്ട് ചെയ്യുന്ന മെഡിറ്റേഷൻ ഉണ്ട്. ഫലം കൊണ്ട് വലുതുണ്ട്, സമയം കൊണ്ട് വലുതുണ്ട്. അതുപോലെ മറ്റ് അംഗീകാരങ്ങൾ കൊണ്ട് വലുതുണ്ട്. അങ്ങനെ ഒരുപാട് മെഡിറ്റേഷനുകളുണ്ട്. മെഡിറ്റേഷനുകളിലൊക്കെ അതിൻ്റെ അനുഭവം, നല്ല റിസൾട്ട് അനുഭവങ്ങൾ കാണാറുമുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ, ഒന്ന് വളരെ സോഫ്റ്റായിട്ട് ചെയ്യുക. ഒന്ന് ബലം പിടിച്ച് ചെയ്യേണ്ടതില്ല. പ്രയാസം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നത് വളരെയേറെ ഗുണമാണ്. പറഞ്ഞ് പരിഹരിക്കുന്നത് ഗുണമാണ്. അപ്പോൾ ഇതിലൊക്കെ പലരും പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ട്, പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്. അവരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, മെഡിറ്റേഷൻ്റെ ഒരു ഒരുപാട് പേരുടെ റിക്വസ്റ്റ് വന്നതിനാൽ മെഡിറ്റേഷൻ ഒരു പെയ്ഡ് സെഷനായിട്ട് കുറച്ചധികം ദിവസം, അതായത് 21 ദിവസത്തെ മെഡിറ്റേഷൻ, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് താല്പര്യമുള്ളവർ നിങ്ങൾ നമ്മുടെ ഇതിൻ്റെ അഡ്മിനുമായി ബന്ധപ്പെട്ടിട്ട് രജിസ്റ്റർ ചെയ്താൽ നല്ലതാണ്. ഒരു 21 ദിവസത്തെ മെഡിറ്റേഷൻ.
അത് തുടർച്ചയായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് വല്ല ദിവസവും വല്ല അനിവാര്യമായ വലിയ യാത്രകൾ വരുന്നതല്ലാത്ത ദിവസങ്ങളിലെല്ലാം അത് തുടരും. അതേസമയത്ത് പിന്നെ അത്തരം സമയങ്ങളിലും നമുക്കതിൻ്റെ ഫലം നഷ്ടപ്പെട്ടു പോകാത്ത വിധം ഫോളോ അപ്പ് നൽകാൻ ശ്രമിക്കും. അങ്ങനൊരു പെയ്ഡ് സെഷൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇരിക്കുമ്പോൾ വളരെ സ്റ്റേണായിട്ട് നല്ല റാഹത്തിലിരിക്കാം. കൈയും കാലൊക്കെ ക്ലോസ് ചെയ്യാതെ ഫ്രീ ആയിട്ട് വെക്കാം. നിവർത്തിയിട്ട് ഫ്രീ ആയിട്ട് വെക്കാം. വേണമെങ്കിൽ തുറന്നു വെക്കുന്നത് നല്ലതാണ്. അതുപോലെ നട്ടെല്ല് വളയാതിരിക്കുന്നത് നല്ലതാണ്. പിന്നെ കാലും ക്ലോസ് ചെയ്യാതിരിക്കുക. നല്ല പിന്നെ ഫ്രീ ആയിട്ട് വെക്കാം. ഈ സമയത്ത് നമ്മൾ തരുന്ന നിർദ്ദേശം കൃത്യമായി ഒന്ന് മനസ്സിനതിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മാത്രം മതി. എന്നിട്ട് എന്താണോ പറയുന്നത് ഇത് ജസ്റ്റ് ശ്രദ്ധിക്കുമ്പോൾ അതുപോലെ ചെയ്തോളും. ചെയ്യാൻ എളുപ്പമാണ്. ഇൻഷാ അല്ലാഹ് കണ്ണുകളടക്കാം. വളരെ സ്ലോ ആയിട്ട് കണ്ണുകളടക്കും. രണ്ട് കണ്ണും വളരെ സാവകാശം അടക്കുന്നു. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. സോഫ്റ്റായി, വളരെ സോഫ്റ്റായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. ദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടുന്നു. അങ്ങനെ ആവർത്തിക്കുന്നു. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. ദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടുന്നു. ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധയെ കൊണ്ടുവരും. ഓരോ ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും പുറത്തുനിന്ന് നല്ല പോസിറ്റീവ് എനർജികൾ, നല്ല ആനന്ദമുള്ള പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും, എൻ്റെ പാർട്സ് എല്ലാ ഭാഗങ്ങളിലേക്കും പോസിറ്റീവ് എനർജി, ഒരു ആസ്വാദനം ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് ആക്സസ് ആകുന്നു, വിതരണം ചെയ്യപ്പെടുന്നു. ഓരോ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും ആ ശ്വാസത്തോടൊപ്പം ശരീരത്തിലെയും മനസ്സിലെയും മുഴുവൻ നെഗറ്റീവ് എനർജിയും പുറന്തള്ളപ്പെടുന്നു. വളരെ സ്മൂത്തായി ഈ പ്രോസസ്സ് നടക്കുന്നു. പുറത്തേത് ശബ്ദം ഉണ്ടായാൽ പോലും ആ നമ്മുടെ ശ്രദ്ധ ഈ ഒരു ബ്രീത്തിങ്ങിലേക്ക് വളരെ പെട്ടെന്ന്, വളരെ സ്മൂത്തായി തിരിച്ച് ഈ ഇതിലേക്ക് തന്നെ വരും. ഇപ്പം നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായി ബ്രീത്തിങ്ങിൽ മാത്രമാണ്. നോർമൽ ബ്രീത്തിങ്ങിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. കണ്ണടച്ച് തന്നെ ഇരിക്കുന്നു. ഞാൻ പറയുന്നത് വരെ കണ്ണടച്ചിരിക്കുന്നു. ഞാൻ പറയുന്നത് തന്നെ പൂർണ്ണമായി ശ്രദ്ധിക്കുന്നു. നമ്മുടെ ജീവിതം അനുഗ്രഹീതമാണ്. ഈ അനുഗ്രഹീതമായ ജീവിതത്തെ നാം അതിരറ്റ് സ്നേഹിക്കുന്നു. ഈ അനുഗ്രഹീതമായ ജീവിതം പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെ ഗിഫ്റ്റാണ്, സമ്മാനമാണ്, ഔദാര്യമാണ്. അള്ളാഹു തന്ന ആ ജീവിതത്തെ നാം ഇഷ്ടപ്പെടുന്നു. ആ ജീവിതത്തോട് അള്ളാഹുവിന് നാം നന്ദി കാണിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്കാവശ്യമായ സർവാനുഗ്രഹങ്ങളും തരാൻ ശേഷിയുള്ള അള്ളാഹുവിനെ നാം സ്നേഹിക്കുന്നു. അള്ളാഹുവിൽ നാം അഭയം തേടുന്നു. നമ്മുടെ ജീവിതത്തെ അള്ളാഹു തന്ന ഈ ഒരു അനുഗ്രഹത്തിന് ശുക്റായി പ്രവർത്തനക്ഷമമായി ഉപയോഗിക്കാൻ നാം തീരുമാനിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ ശുക്റായി ജീവിതത്തെ നല്ല വഴിയിൽ, പ്രവർത്തനക്ഷമമായ വഴിയിൽ, അനുഗ്രഹീതമായ വഴിയിൽ ഉപയോഗിക്കാൻ നാം തീരുമാനിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും അനുഗ്രഹീതമാണെന്ന് നാം വിശ്വസിക്കുന്നു. ഇപ്പോൾ
നമ്മുടെ തലക്ക് മുകളിൽ ഒരു അനുഗ്രഹീതമായ ഡിവൈൻ ലൈറ്റ് ഞാൻ നിർത്തിയിട്ടുണ്ട്. ഏതാനും സെക്കൻഡുകൾക്കകം ഒരേ സ്പോട്ടിൽ അത് നമ്മുടെ തല മുതൽ കാലുവരെയുള്ള ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വളരെ സുരക്ഷിതമായി കടന്നു വരും, വളരെ ആനന്ദത്തോടെ കടന്നു വരും, വളരെ ആസ്വാദ്യകരമായി അത് കടന്നു വരും. ആ സെക്കൻഡുകൾക്കകം ശരീരത്തിൻ്റെ 4 ഭാഗത്തേക്കും നമ്മുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും എല്ലാ മോശം ചിന്തകളും മോശം എനർജിയും പാടില്ലാത്ത ശരീരത്തിലെ സർവവും 4 ഭാഗത്തേക്കും വളരെ സ്മൂത്തായി സുരക്ഷിതമായി പുറന്തള്ളപ്പെടും. സർവമാന മോശം ചിന്തകളും എല്ലാം ശരീരത്തിൻ്റെ 4 ഭാഗങ്ങളിലേക്കും പൂർണ്ണമായി പുറന്തള്ളുകയും ആ ഡിവൈൻ ലൈറ്റ് അത് അനുഗ്രഹങ്ങൾ നിറഞ്ഞതാണ്. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ സർവാനുഗ്രഹങ്ങളും ചേർന്ന അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ആ ലൈറ്റ്, ആ മഅരിഫത്തിൻ്റെ ലൈറ്റ്, അത് നമ്മുടെ ശരീരത്തിൽ നിറഞ്ഞ് ശരീരത്തിന് ചുറ്റുഭാഗത്തും അത് സ്പ്രെഡാകും. ആ സമയം ശരീരം പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടുന്നു, ഒപ്പം മനസ്സും. ഇനി ഞാൻ ആ ഡിവൈൻ ലൈറ്റ് ആക്സസ് ചെയ്യാൻ പോവുകയാണ്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യന്റെ ജീവിതത്തെ അനുഗ്രഹീതമാക്കാൻ അള്ളാഹു തീരുമാനിച്ച കലിമത്തു തൗഹീദാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ കലിമത്തിൻ്റെ ബലത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് ആ നൂർ, ആ പ്രഭ, ആ ലൈറ്റ്, ആ ഇലാഹി നൂർ, ആ ഡിവൈൻ ലൈറ്റ്, അത് ഇതാ ആക്സസ് ആകാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പം നമ്മുടെ ശരീരം പൂർണ്ണമായി അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ഡർട്ടി എനർജിയും പുറന്തള്ളപ്പെടുന്നു. അവിടങ്ങളിലെല്ലാം ഈ റഹ്മത്ത്, ഈ കൈൻഡ്നസ്, ഈ അള്ളാഹുവിൻ്റെ കാരുണ്യം അത് ധാരാളമായി നിറഞ്ഞു നിൽക്കുന്നു. ഇപ്പം നമ്മുടെ ശരീരം, മനസ്സുൾപ്പെടെ നമ്മുടെ ശരീരം അള്ളാഹുവിൻ്റെ ഈ ഡിവൈൻ ലൈറ്റിനാൽ അനുഗ്രഹീതമാണ്. നമ്മേറെ സന്തോഷമുള്ളവരാ, ഏറെ ആനന്ദമുള്ളവരാ. നമുക്ക് ജീവിതത്തിൽ എന്തും നേടാൻ, എന്തും നേടിത്തരാൻ ശേഷിയുള്ള അള്ളാഹ്, ആ അള്ളാഹുവിൽ നാം പൂർണ്ണമായി പ്രതീക്ഷയുള്ളവരായി മാറിയിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ കലിമത്ത് നമ്മുടെ ജീവിതത്തിലേറെ ആശ്വാസമേകുന്നതാണ്, ആനന്ദമേകുന്നതാണ്, പ്രതീക്ഷയേകുന്നതാണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള എല്ലാ മോശം എനർജിയും അലിഞ്ഞലിഞ്ഞലിഞ്ഞലിഞ്ഞ് പുറത്തേക്ക് പോകുന്നു. ആ ഭാഗങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ നൂർ, ആ നൂർ വിതരണം ചെയ്യപ്പെടുന്നു. നമ്മുടെ ഈ സന്തോഷം ലോകത്തിന് കിട്ടണമെന്ന് നാം ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനാ മനസ്സോടെ, പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ നമുക്ക് അല്ലാഹു തന്ന ഈ അനുഗ്രഹം ലോകത്ത് മുഴുവൻ ജനങ്ങൾക്കും
ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടുകാർക്ക് ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. നമ്മുടെ കുടുംബത്തിന് ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ ബന്ധുജനങ്ങൾക്ക് കിട്ടണമെന്ന് നാം ആഗ്രഹിക്കുന്നു. നമ്മുടെ മാതാപിതാക്കൾക്ക്, ഗുരുനാഥന്മാർക്ക്, സഹപാഠികൾക്ക്, ശിഷ്യന്മാർക്ക്, നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ജനങ്ങൾക്കും അത് കിട്ടണമെന്ന് നാം ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹിക്കുന്ന നിമിഷം നമ്മുടെ മുന്നിൽ ഈ ഭൂമിയെ ഒരു ചെറിയ പന്ത് പോലെയുള്ള ഗ്ലോബായി നാം സങ്കല്പിക്കുന്നു. ഈ ഗ്ലോബിലുള്ള ഈ കാണുന്ന മനുഷ്യർക്കെല്ലാം നാം ഈ ഡിവൈൻ ലൈറ്റ് വിതരണം ചെയ്യുന്നു. നമ്മുടെ ഹാർട്ടിൽ നിന്ന് നമ്മുടെ കയ്യിലൂടെ, നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ കയ്യിലൂടെ ആ ഡിവൈൻ ലൈറ്റ് ഈ ഗ്ലോബിലേക്ക് പരക്കുന്നു. വളരെ ചെറിയ സെക്കൻഡുകൾ കൊണ്ട് ഗ്ലോബ് നിറയെ ഈ റഹ്മത്ത് വിതരണം ചെയ്യുന്നു. അർറാഹിമൂൻ യർഹമുഹുമുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. കരുണ ചെയ്യുന്നവർ, അവർക്ക് അള്ളാഹു കരുണ ചെയ്യും. നിങ്ങൾ ഭൂമിയിലുള്ളവർക്കെല്ലാം കരുണ ചെയ്യൂ. എന്നാൽ ആകാശത്തിന്റെ കൂടി അധിപനായ അള്ളാഹു നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കരുണ ചെയ്യും. നാം ഈ ഗ്ലോബിലുള്ള എല്ലാ ജനങ്ങൾക്കും കരുണ ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ തലക്ക് മുകളിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാം മുതലുള്ള മുഴുവൻ അമ്പിയാക്കളും സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മഹാന്മാരും, മുത്തുനബിതങ്ങൾ മുതൽ എല്ലാ അമ്പിയാക്കളും എല്ലാ സ്വാലിഹീങ്ങളും, അവരിലൂടെ നമുക്ക് ലഭിച്ച ആ ഡിവൈൻ ലൈറ്റ് വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരുന്നു. വിതരണം ചെയ്യുന്നതിൻ്റെ 10 മടങ്ങ് നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നാം ആ ആനന്ദം തിരിച്ചറിയുന്നു. നാം ആ ആനന്ദത്തിന് വിധേയപ്പെടുന്നു. നാം ആ ആനന്ദത്തെ അങ്ങേയറ്റം ശുക്രോടെ കാണുന്നു. ഈ ചിന്ത മനസ്സിന് അനുഗ്രഹിച്ച് നൽകിയ അള്ളാഹുവിനെ, ഈ ചിന്ത ലഭിക്കാൻ ഭാഗ്യമുണ്ടായ മനസ്സിനെ നാം ഏറെ ഇഷ്ടത്തോടെ കാണുകയാണ്. നാം ഏറെ ആനന്ദത്തോടെ കാണുകയാണ്.
ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ 3 days പ്രോഗ്രാം നാം ഇന്നിവിടെ അവസാനിക്കുകയും കൂടെ ചെയ്യുകയാണ്. ഇത് റെക്കോർഡുകളൊക്കെ ഉപയോഗപ്പെടുത്താം. റെക്കോർഡ് ഉപയോഗപ്പെടുത്തുന്നത് ഗുണം ചെയ്യും. അതുപോലെ ഇത് മൂന്ന് സ്റ്റെപ്പാണ്. മൂന്നാമത്തത് കുറച്ചു വളരെയേറെ മൂന്ന് തരം മേഖലകളിൽ നിന്നെടുത്താണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് മാറി മാറി പലപ്പോഴായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് മനസ്സിലെ പ്രയാസങ്ങൾ നീക്കം ചെയ്യാനൊക്കെ ഏറെ ഉപകാരപ്പെടും. അതേസമയത്ത് വലിയ പ്രശ്നങ്ങളും വലിയ വിഷയങ്ങളൊക്കെ നേരിടുന്നവർ പ്രത്യേകം മാർഗനിർദ്ദേശങ്ങളോടുകൂടെ തന്നെ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഗുണം ചെയ്യുക ഇൻഷാ അല്ലാഹ്. പെയ്ഡ് സെഷനിൽ താല്പര്യമുള്ള ആൾക്കാർ 21 ദിവസത്തെ പ്രോഗ്രാം അതിൻ്റെ ഡേറ്റ് ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കും. എല്ലാ ദിവസവും 6:30 മുതൽ 7:30 വരെ ലൈവ് നടക്കും. വെള്ളിയാഴ്ചകളിലെ ലൈവ് ഇഹ്യാ ഉലൂമുദ്ദീൻ ആയിരിക്കും. അതുകൊണ്ട് അതിൽ താല്പര്യമുള്ളവർ യൂട്യൂബ് ലൈവിലേക്ക് വരാവുന്നതാണ്, ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരുപാട് പേര് സ്ഥിരമായി അതിൽ വരാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുമൊക്കെ ഗ്രൂപ്പിൽ പങ്കുവെക്കാമെന്ന് പ്രത്യേകിച്ച് അറിയിക്കുന്നു. പങ്കെടുത്ത എല്ലാവരെയും സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും ധാരാളം അനുഗ്രഹങ്ങൾക്ക് ഇത് കാരണമാകട്ടെ എന്ന് നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നലെ ലൈവ് ചില ടെക്നിക്കൽ കാരണങ്ങളാൽ നടക്കാൻ പറ്റിയില്ല. നമ്മൾ ശ്രമിച്ചു, പക്ഷേ ലാസ്റ്റ് ഘട്ടം അത് പരാജയമായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാഹ് ഇന്ന് നമുക്കതിൻ്റെ 3-ാമത്തെ ദിവസം പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ. സന്തോഷം നേരുന്നു. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.